നിങ്ങൾക്ക് ജീന ഗീസിനെ അറിയാമോ? അമേരിക്കക്കാരിയായ 15 വയസ്സുള്ളപ്പോൾ റാബീസ് പിടിപെട്ട ജീന ഗീസിനെ. റാബീസ് പിടിപെട്ടിട്ട് മരിക്കാതെ രക്ഷപ്പെട്ട അപൂർവം മനുഷ്യരിൽ ഒരാളായ ജീന ഗീസിനെ നിങ്ങൾക്ക് കേട്ടുപരിചയമെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അവർ ഈ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അതിനെപ്പറ്റി വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്. പിടിപെട്ടു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പുള്ള അപൂർവം വൈറൽ രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായ ഒന്നാണ് റാബീസ് അഥവാ പേവിഷബാധ. പക്ഷേ കൃത്യസമയത്തുള്ള സോപ്പും വെള്ളവും ഉപയോഗിച്ചുള്ള വാഷിങ്ങും വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൊണ്ട് 100% അടുത്ത് തന്നെ നമുക്ക് ആ രോഗത്തെ പ്രതിരോധിക്കാനും കഴിയുമെന്നതാണ് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. വളരെ സങ്കടകരമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് പേവിഷബാധയേറ്റ് ഒരാൾ മരിക്കുക എന്നത്. അതിലും സങ്കടകരം മരിക്കുന്നതിൽ അധികവും കുട്ടികളാണ് ആകുമ്പോഴാണ്. ഇക്കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ കേരളത്തിൽ വാക്സിൻ എടുത്തിട്ട് 3 പേർ, അതും കുട്ടികൾ, പേവിഷബാധ മൂലം മരണമടഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റാബീസിനെ പറ്റിയാണ്. എല്ലാവർക്കും വെള്ളനാടൻ ഡയറിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലിസ വൈറസ് എന്ന റാബ്ഡോവിറിഡെ ഗ്രൂപ്പിൽപ്പെട്ട വൈറസാണ് മനുഷ്യരിലും മറ്റ് സസ്തനികളിലും റാബീസ് എന്ന രോഗം ഉണ്ടാക്കുന്നത്. ഉഷ്ണരക്തജീവികളായ നട്ടെല്ലുള്ള ഏതൊരു ജീവിയെയും ഈ പേവിഷബാധ ബാധിക്കാം. അതിൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉൾപ്പെടുമെങ്കിലും പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം ബാധിച്ചതായിട്ട് അറിവില്ല. പട്ടി, പൂച്ച, ആട്, പശു, എരുമ തുടങ്ങിയ വളർത്തു മൃഗങ്ങളും പെരിച്ചാഴിയും മരപ്പട്ടിയും പിന്നെ വന്യമൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യർക്ക് രോഗം പകർത്തുന്നതിൽ പ്രമുഖർ. ഈ വൈറസ് പ്രധാനമായും 3 മാർഗങ്ങളിലൂടെയാണ് ഒരു ജീവിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരുന്നത്. ഒന്ന്, കടിക്കുന്നതിലൂടെ. റാബീസ് ബാധിച്ച മൃഗത്തിന്റെ ഉമിനീരിൽ വൈറസ് ഉണ്ടാകും. അത് കടിയിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. രണ്ടാമത്തെ മാർഗം മാന്തുകയോ പോറുകയോ ചെയ്യുന്നതിലൂടെയാണ്. റാബീസ് ബാധിച്ച മൃഗത്തിന്റെ നഖത്തിനടിയിലും വൈറസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ നഖം ഉപയോഗിച്ച് നമ്മുടെ തൊലിയിൽ പോറുകയോ മാന്തുകയോ ചെയ്താൽ തുറന്ന മുറിവിലൂടെ ഈ വൈറസ് പകരാം. കേരളത്തിൽ 1-2 വർഷം മുമ്പ് പൂച്ച മാന്തിയത് കാരണം രോഗം വന്ന ഒരു 11 വയസ്സുകാരൻ മരിച്ചിരുന്നു. അത് ആ കുട്ടി പൂച്ച മാന്തിയ കാര്യം ആരോടും പറയാത്തതോ പൂച്ചയല്ലേ സാരമില്ല എന്ന് രക്ഷിതാക്കൾ കരുതിയതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ചെറിയ മാന്തലുകളാണെങ്കിൽ പോലും റാബീസിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ സംഭവം. രോഗം പകരുന്ന 3ാമത്തെ മാർഗം നമ്മുടെ ശരീരത്തിലെ ശ്ലേഷ്മ സ്തരങ്ങൾ വഴിയോ തൊലി അടർന്ന ഭാഗങ്ങൾ വഴിയോ ഒക്കെയാണ്. ശ്ലേഷ്മസ്തരങ്ങൾ എന്നാൽ കണ്ണിലെ കൺജങ്ക്ടൈവ, മൂക്കിലെയും വായിലെയും പിങ്ക് നിറമുള്ള അകത്തെ ഭാഗമില്ലേ, അവയൊക്കെയാണ്. രോഗമുള്ള മൃഗം ഈ ഭാഗങ്ങളിൽ നക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വൈറസ് ബാധിച്ച ഉമിനീർ, വൈറസ് കലർന്ന ഉമിനീർ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചാലും അതുവഴി രോഗം വരാം. ഇന്ത്യയിൽ പേവിഷബാധയുടെ 95%-ലധികം കേസുകളും തെരുവ് പട്ടികൾ മൂലമാണ്. വാക്സിനേഷൻ എടുക്കാത്ത പട്ടികൾ വൈറസിന്റെ പ്രധാന വാഹകരാണ്. നേരത്തെ പറഞ്ഞ പോലെ പൂച്ച, കുരങ്ങൻ, കുറുക്കൻ, കന്നുകാലികൾ തുടങ്ങിയവയും റാബീസ് പരത്താം. പക്ഷെ പട്ടികളെ അപേക്ഷിച്ച് ഇവയുടെ പങ്ക് വളരെ കുറവാണ്. അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ പോലെ സ്ഥലങ്ങളിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വവ്വാലിന്റെ കടി മൂലമുള്ള റാബീസ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യയിൽ പക്ഷേ വവ്വാലുകളിൽ റാബീസിന്റെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. മറ്റൊന്ന്, തിയററ്റിക്കലി മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഈ രോഗം പകരാം. പക്ഷെ ഇതുവരെയും അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗം ബാധിച്ചയാളുടെ കോർണിയ മാറ്റിവെച്ചതിലൂടെ വളരെ അപൂർവമായിട്ട് മനുഷ്യനിൽ നിന്നും മനുഷ്യരിലേക്ക് റാബീസ് പകർന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് പേവിഷബാധ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പേപ്പട്ടി കടിച്ചു എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. അയാളുടെ ശരീരത്തിൽ കയറിയ റാബീസ് വൈറസ് തലച്ചോറിനെ ബാധിച്ചു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ കടിയിലൂടെയോ മാന്തലിലൂടെയോ നക്കുന്നതിലൂടെയോ ശരീരത്തിൽ എത്തിയ വൈറസ് പതിയെ നാഡീഞരമ്പുകൾ അഥവാ നെർവ് ഫൈബേഴ്സ് വഴി, രക്തക്കുഴലുകളല്ല, നെർവ് ഫൈബേഴ്സ് വഴി തലച്ചോറിലേക്ക് എത്തും. ഇത് എത്ര സമയം കൊണ്ട് എത്തുന്നു എന്നതാണ് ഇവിടെ ഇൻക്യുബേഷൻ പീരീഡ്. ഈ പീരീഡ് 30 ദിവസം മുതൽ അപൂർവമായിട്ട് 25 വർഷം വരെ ആവാം. 2009 ഗോവയിൽ 25 വർഷം മുമ്പ് നായയുടെ കടിയേറ്റ ഒരാൾക്ക് പേവിഷബാധ ഏറ്റതിന്റെ വാർത്ത ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ വൈറസ് മസ്തിഷ്കത്തിലെത്തിയാൽ അത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുകയും പനി, തലവേദന, അമിതമായ ദാഹം, വെള്ളമിറക്കാൻ പറ്റാത്ത അവസ്ഥ, വായിൽ നിന്നും നുരയും പതയും വരിക, മനോവിഭ്രാന്തി, പക്ഷാഘാതം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. വളരെ മാരകമായ രോഗമാണിതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന വാചകം ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന ഒരു രോഗാവസ്ഥയാണ് റാബിസ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നതാണ് ഈ രോഗത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ റാബീസിന്റെ 90%-ലധികവും തെരുവ് നായകൾ കടിച്ചിട്ടാണ് വരുന്നത് എന്നാണ് കണക്കുകൾ. ബാക്കി 10%-ൽ താഴെ മാത്രമാണ് വളർത്തു മൃഗങ്ങളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളിൽ നിന്നും കടിയേൽക്കാതിരിക്കുക എന്നത് തന്നെയാണ്. തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യുകയോ അല്ലെങ്കിൽ അവയിൽ കുറഞ്ഞത് 70% എണ്ണത്തിനെങ്കിലും വാക്സിനേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഏക പോംവഴി. കേരളത്തിൽ ഇപ്പോൾ തെരുവ് നായ ശല്യം അതീവ രൂക്ഷമാണെന്ന് മാത്രമല്ല, അവയിൽ പകുതിയിലധികത്തിനും രോഗബാധ ഉണ്ടെന്നുള്ളതും ഭീതിജനകമായ അവസ്ഥയാണ്. അതിനൊരു പരിഹാരം കാണാതെ കടിയേൽക്കുന്ന മനുഷ്യരെ മാത്രം വാക്സിനേറ്റ് ചെയ്താൽ ഈ രോഗത്തിന്റെ വ്യാപനത്തെ തടയാൻ നമുക്ക് സാധിക്കുകയേയില്ല. എന്ന് വെച്ചാൽ പ്രതിരോധ മാർഗം തെരുവുനായ ശല്യം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ പ്രതിരോധ മാർഗം. ഇനി കടിയേറ്റ് കഴിഞ്ഞാൽ, കടി മാത്രമല്ല മാന്തലോ മുറിവിൽ നക്കുകയോ ഒക്കെ ചെയ്താൽ, അത് തെരുവുനായാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും മൃഗമാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ആ മുറിവ് സോപ്പിട്ട് നല്ലപോലെ പതപ്പിച്ച് ഒഴുക്കുള്ള വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ്. മിനിമം ഒരു 15 മിനിറ്റ് ആ മുറിവ് സോപ്പിട്ട് കഴുകണം. വൈറസ് കലർന്ന ഉമിനീര് കഴുകി കളയുന്നു എന്നത് മാത്രമല്ല, ആ വൈറസിനെ തന്നെ ഈ സോപ്പ് നശിപ്പിക്കും. റാബീസ് വൈറസിനെ പൊതിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് കൊണ്ടുള്ള ആവരണം സോപ്പിന്റെ ഡിറ്റർജന്റ് ആക്ഷൻ കാരണം നശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധ്യമാകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ആ മുറിവിൽ പറ്റിയ 90%-ഓളം വൈറസിനെയും നശിപ്പിക്കാൻ പര്യാപ്തവുമാണ്. ഇത് മുറിവുണ്ടായി എത്രയും വേഗം ചെയ്യേണ്ട കാര്യമാണ്. ഒരു പട്ടിയുടെ കടി കിട്ടിയാൽ ആശുപത്രിയിലേക്ക് പോകും മുമ്പ് ഈ പറഞ്ഞ പോലെ കഴുകിയിരിക്കണം. ഇനി നിങ്ങൾക്ക് പൊതുവഴിയിൽ വെച്ചാണ് കടിയേൽക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെത്താൻ പിന്നെയും സമയം എടുക്കുമെങ്കിൽ അടുത്തുള്ള ഒരു കടയിൽ നിന്നോ ഒരു സോപ്പ് വാങ്ങി അടുത്തുള്ള വീട്ടിൽ നിന്നോ പൊതു പൈപ്പിൽ നിന്നോ വെള്ളം എടുത്ത് മുറിവ് കഴുകിയിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് പോകാൻ. അറിവില്ലായ്മ കൊണ്ടും മടി കൊണ്ടും ഇതൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്നത് കൊണ്ടും ഭൂരിഭാഗം പേരും ഇത് ചെയ്യാൻ മടിക്കും. അതുകൊണ്ടാണ് മുറിവ് കഴുകുന്ന കാര്യത്തിന് ഇത്രയും ഊന്നൽ നൽകി പറഞ്ഞത്. അതായത് മുറിവ് കഴുകിയതിന് ശേഷം അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ആന്റി റാബീസ് വാക്സിൻ എടുക്കണം. ഇങ്ങനെ കടി കിട്ടിയതിന് ശേഷം വാക്സിൻ എടുക്കുന്നതിന് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്പോഷറുകളെ 3 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 എന്ന് പറയുന്നത് മൃഗവുമായുള്ള സ്പർശനം മാത്രമേ ഉള്ളൂ, തൊലി പൊട്ടാത്ത ചെറിയ മാന്തൽ ഒക്കെയാണ്. ഇതിന് വാക്സിൻ ആവശ്യമില്ല എന്നാണ് ഈ ക്രൈറ്റീരിയ അനുസരിച്ച് പറയുന്നതെങ്കിലും റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വാക്സിൻ ആവശ്യപ്പെടുക, എടുക്കുക. അടുത്തത് കാറ്റഗറി 2. ഇതിൽ തൊലി പൊട്ടിയ എന്നാൽ രക്തം പൊടിയാത്ത ചെറിയ കടി, നനവുള്ള മാന്തൽ ഒക്കെയാണ് ഉൾപ്പെടുന്നത്. ഇവിടെ ആന്റി റാബീസ് വാക്സിൻ മാത്രം മതി, അത് വാക്സിൻ എടുക്കണം. മൂന്നാമത്തെ കാറ്റഗറി 3, ആഴമുള്ള കടി, രക്തസ്രാവം ഉണ്ടായ മുറിവുകൾ അല്ലെങ്കിൽ മുഖത്തോ കൈകളിലോ ഉണ്ടായ മുറിവുകൾ ഒക്കെയാണ് ഇതിലുള്ളത്. ഇവിടെ ആന്റി റാബീസ് വാക്സിനോടൊപ്പം റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി എടുക്കണം. ഇമ്മ്യൂണോഗ്ലോബുലിനെ പറ്റി വിശദമാക്കുന്നതിന് മുമ്പ് വാക്സിനേഷൻ ഷെഡ്യൂൾ ഒന്ന് പറയാം. 0, 3, 7, 28 ഇങ്ങനെ 4 ദിവസങ്ങളിൽ 4 ഡോസ് വാക്സിനാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിൽ എടുക്കേണ്ടത്. ഓരോ ദിവസവും 2 കൈയിലും ഓരോ കുത്തിവയ്പ് വീതമാണ് ഉള്ളത്. 0 എന്നാൽ ആദ്യത്തെ ദിവസം, 3 എന്നാൽ 3ാമത്തെ ദിവസം. ഇങ്ങനെ 4 ഡോസും കംപ്ലീറ്റ് ആയി എടുക്കുന്നത് തന്നെയാണ് സേഫ്. പലരും കടിച്ച മൃഗത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ 4ാമത്തെ ഡോസ് സ്കിപ്പ് ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. 4 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ആന്റിബോഡി ടൈറ്റർ അത്രയും ഉയർന്നു നിൽക്കും. അത് ഭാവിയിൽ ഇതുപോലൊരു എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഗുണം ചെയ്യും. മാത്രമല്ല അപ്പോഴുണ്ടാകുന്ന മുറിവ് കാറ്റഗറി 3യിൽ പെട്ടതാണെങ്കിൽ പോലും ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട ആവശ്യകത വരികയില്ല. കാരണം ശരീരത്തിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മടിക്കാതെ 4 ഡോസും എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ വാക്സിൻ മസിലിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ തൊലിക്കടിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഇൻട്രാഡെർമൽ ആയിട്ടും കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഇൻട്രാഡെർമൽ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഇൻട്രാഡെർമൽ രീതിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം, അതായത് 0.1 ml വാക്സിൻ ഇഞ്ചക്ട് ചെയ്താൽ മതി. മാത്രമല്ല 4 ഡോസ് ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 5 ദിവസം പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് 14ാമത്തെ ദിവസം കൂടി ഇഞ്ചക്ഷൻ എടുക്കണം. ഇനി കാറ്റഗറി 3ലുള്ള മുറിവാണെങ്കിൽ വാക്സിന് പുറമെ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടി എടുക്കണമെന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇത് കുത്തിവയ്ക്കുന്നത് മുറിവിനോട് ചേർന്നാണ്, എന്ന് വെച്ചാൽ മുറിവിൽ തന്നെയാണ്.
സോപ്പിട്ട് കഴുകുന്നത് പോലെ ശരീര കലകളിൽ പ്രവേശിച്ച വൈറസിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുക എന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുത്തിവെച്ച വാക്സിൻ ശരീരത്തിൽ പ്രവേശിച്ച് ശരീരം അതിനെതിരെ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കി വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ കാത്തിരിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കില്ല, അത് റിസ്ക് ആണ്. അതുകൊണ്ട് അതുവരെയുള്ള ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് ഇങ്ങനെ കുത്തിവയ്ക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ 2 തരം റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ ലഭ്യമാണ്. ERIG അഥവാ ഇക്വൈൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും HRIG അഥവാ ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും. ഇക്വൈൻ എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. റാബീസ് വൈറസിനെ ഒരു കുതിരയിൽ കുത്തിവെച്ചിട്ട് അതിലുണ്ടാകുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ വേർതിരിച്ചെടുക്കുന്നതാണ് ERIG. അതുപോലെ മനുഷ്യനിൽ കുത്തിവെച്ചുണ്ടാക്കുന്നതിന് HRIG എന്നും പറയും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ERIGക്ക് HRIGയേക്കാൾ വില കുറവാണ്. പക്ഷെ ചിലപ്പോൾ കുത്തിവെക്കുമ്പോൾ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്, ഫോറിൻ പ്രോട്ടീൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് ERIG രോഗികൾക്ക് കൊടുക്കാറുള്ളൂ. ടെസ്റ്റ് ഡോസിൽ അലർജിക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവിടെ ERIG വാങ്ങി ഇഞ്ചെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ERIG കേരളത്തിൽ താലൂക്ക് ആശുപത്രികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും സൗജന്യമായി തന്നെ ലഭ്യമായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് പട്ടിയുടെ കടിയേറ്റ് ഒക്കെ വരുന്ന മുറിവുകൾ ഉടനെ തുന്നലിടാറില്ല എന്ന കാര്യം. കാരണം തയ്യലിടുമ്പോൾ സൂചി കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ തന്നെ നാഡീ ഞരമ്പുകളിലേക്ക് വൈറസ് നേരിട്ട് കടക്കാൻ കാരണമായേക്കും. അത് ഒഴിവാക്കാൻ മിനിമം 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് പട്ടി കടിച്ചൊക്കെ ഉണ്ടാകുന്ന മുറിവുകളിൽ തുന്നലിടുന്നത്. ഇനി പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാം. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ കടി കിട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വാക്സിൻ എടുത്ത് പ്രതിരോധ ശക്തി ആർജിക്കുന്നതിന് പറയുന്നതാണ്. ഇത് തീർച്ചയായിട്ടും എടുത്തിരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട്. മൃഗ ഡോക്ടർമാർ, മൃഗങ്ങളുമായി നിരന്തരം ഇടപഴകുന്നവർ, മൃഗസംരക്ഷകർ, മൃഗശാല ജോലിക്കാർ, പിന്നെ തെരുവ് മൃഗങ്ങളെ പരിപാലിക്കുന്നവർ, ഗവേഷകർ എന്ന് വെച്ചാൽ റാബീസ് വൈറസുമായോ ഗൗവാലുകളുമായോ ബന്ധപ്പെട്ട ലാബുകളിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ മറ്റൊരു കൂട്ടർ വന്യജീവിയിലെ വകുപ്പിലെ ജോലിക്കാർ, പിന്നെ റാബീസ് ബാധിത പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് തീർച്ചയായിട്ടും ഈ വാക്സിൻ എടുത്തിരിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ. എന്നിരുന്നാലും വീട്ടിൽ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളുള്ള എല്ലാവരും, പ്രത്യേകിച്ചും ആ വീട്ടിലെ കുട്ടികൾ, വാക്സിൻ എടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം റാബീസ് വൈറസ് നമ്മുടെ ഇടയിൽ അത്രയും സാധാരണമായിട്ടുള്ള ഒന്നാണ്. ഇതിനൊപ്പം വാക്സിൻ എടുത്തിട്ടും മരണങ്ങൾ സംഭവിക്കുമ്പോൾ വാക്സിനേഷന്റെ എഫിക്കസിയെ പറ്റി സംശയത്തോടെ കാണുന്ന ഒരു വിഭാഗവും രൂപപ്പെട്ടു വരുന്നുണ്ട്. പൊതുവെ വാക്സിൻ വിരുദ്ധരായ ചിലർ എരുതിയിൽ എണ്ണ പകരുന്ന അല്ലെങ്കിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഏർപ്പാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, സോപ്പിട്ട് മുറിവ് കഴുകുകയും ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുകയും കൂടി ചെയ്താൽ റാബീസ് വാക്സിൻ 100% ഗുണപ്രദമായിട്ടുള്ള വാക്സിനാണ്. അപൂർവം ചില കേസുകളിൽ ഇതുപോലെ വാക്സിൻ എടുത്തിട്ടും രോഗം പിടിപെടുന്നത് കടിയേൽക്കുമ്പോൾ തന്നെ വൈറസ് നാഡീഞരമ്പുകളിലേക്ക് കയറിയത് കൊണ്ടോ മുറിവ് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകാത്തത് കൊണ്ടോ ഒക്കെ ആവാം. പിന്നെ തലയിലും മുഖത്തും ഏൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകളിലും ഇങ്ങനെ സംഭവിക്കാം. മറ്റൊന്ന്, വാക്സിൻ സൂക്ഷിക്കുന്നതിലോ കോൾഡ് ചെയിൻ പാലിക്കാത്തതിലോ തൊലിക്കടിയിൽ കൃത്യമായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന പിഴവോ ഒക്കെയും കാരണമാകാം. ഇവിടെ ഇപ്പോൾ പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ ഇത്തരം പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ആ പ്രത്യേക ബാച്ച് വാക്സിൻ ശരീരത്തിൽ ആവശ്യത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം. വൈറസുകൾക്ക് കാലക്രമേണ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നും, അങ്ങനെ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ അവയ്ക്ക് ഫലപ്രദമാണോ എന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോഴുണ്ടായ മരണങ്ങളെ മുൻനിർത്തി വാക്സിനേഷനെ സംശയത്തോടെ കാണാൻ തുടങ്ങിയാൽ അത് വലിയ വിപത്തിലേക്ക് ചെന്നെത്തുകയുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജീന ഗീസിനെ 2004 അമേരിക്കയിൽ വെച്ച് 15 വയസ്സുള്ളപ്പോഴാണ് ഒരു വവ്വാലിന്റെ കടിയേൽക്കുന്നത് വഴി അവർക്ക് രോഗബാധ ഉണ്ടാകുന്നത്. മരണം സുനിശ്ചിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് അവിടുത്തെ പീഡിയാട്രിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡോക്ടറായിരുന്ന ഡോക്ടർ റോട്നി വില്ലോബി മിൽവോക്കി പ്രോട്ടോകോൾ എന്ന ഒരു ചികിത്സ പരീക്ഷിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ മിൽവോക്കി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തി തലച്ചോറിന്റെ പ്രവർത്തനം പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സയാണ്. ഒരു തരം ഇൻഡ്യൂസ്ഡ് കോമ
അപ്പൊ അത് അങ്ങനെ ഉള്ള അവസ്ഥയിൽ പതിയെ 2 ആഴ്ച കൊണ്ട് ജീന ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്തത്. തലച്ചോറിന് രോഗം ബാധിച്ചതിൻ്റെതായിട്ടുള്ള പരിണത ഫലങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവരങ്ങനെ ജീവിച്ചു, പഠിച്ചു, വിവാഹം കഴിച്ചു. 2016 2 ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. 2024 അതായത് കഴിഞ്ഞ വർഷം അവരുടെ അതിജീവനത്തിന്റെ അല്ലെങ്കിൽ പുനർജന്മത്തിന്റെ 20ാം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ ഈ മിൽവോക്കി പ്രോട്ടോകോൾ പിന്നീട് അധികമാർക്കും ഗുണപ്രദമായില്ല എന്നതാണ് സത്യം. ഒരുപാട് സാങ്കേതിക സഹായങ്ങളും പണച്ചെലവുമുള്ള ചികിത്സയാണിത്. ഒപ്പം ചികിത്സ കൊണ്ട് തന്നെ ധാരാളം സങ്കീർണതകൾ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരുതരം ചികിത്സാ രീതിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ മിൽവോക്കി പ്രോട്ടോകോൾ ഇപ്പോൾ ആരും തന്നെ നിർദ്ദേശിക്കാറില്ല. എന്നാലും ഭാവിയിൽ ഏതെങ്കിലും പുതിയ ചികിത്സാ രീതികൾ വരുമെന്നും റാബീസ് വന്നാലും രക്ഷപ്പെടാമെന്ന അവസ്ഥ വരുമെന്നും ഉള്ള പ്രത്യാശയുടെ ഒരു വാതിൽ ജീന ഗീസിന്റെ ഈ അതിജീവന കഥ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. ആ കാലം വന്നാലും ഇല്ലെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.